കണ്ണൂരിൽ കെ ശൈലജയെ ഒഴിവാക്കി സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന് CPM. ശൈലജ മത്സരിക്കുന്ന കാര്യം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിന് വിട്ടു. മട്ടന്നൂരിൽ VK സനോജിനാണ് സാധ്യത. തലശ്ശേരിയിൽ AN ഷംസീറിന് പകരം കാരായി രാജനും, പയ്യന്നൂരിൽ TI മധുസൂദനും മത്സരിക്കും. നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാനും സാധ്യത കുറവ്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ടാകും. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, പ്രാരംഭ പട്ടിക എന്ന് വെച്ചാൽ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പട്ടികയിൽ എന്തുകൊണ്ടാണ് കെ ശൈലജയെ ഉൾപ്പെടുത്താത്തതോ മറ്റു മണ്ഡലങ്ങളിലേക്ക് മാറുകയാണോ ശൈലജ, അല്ലെങ്കിൽ ശൈലജയുടെ കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കട്ടെ എന്ന് കരുതി സംസ്ഥാന കമ്മിറ്റിക്ക് വിടുകയാണോ? ഈ പട്ടിക എങ്ങനെ കാണുന്നു സെയ്ഫ്? അത് കെ ശൈലജയുടെ കാര്യത്തിൽ സംസ്ഥാന സെൻട്രൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കട്ടെ എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നത്. പിണറായി വിജയൻ മത്സരിക്കുന്ന കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ല, അത് PB യോഗമാണ്. നാളെ PB യോഗം ചേരുന്നുണ്ട്. PBയിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം? PBയിൽ ഇപ്പോൾ 4 മലയാളികൾ ഉണ്ട്. MA ബേബിയും അതുപോലെ തന്നെ A വിജയരാഘവനും പിണറായി വിജയനും MV ഗോവിന്ദനുമുണ്ട്. അപ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നാളെയോടുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിണറായി വിജയൻ എന്തായാലും മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നയിക്കാൻ പോകുന്നതും. അതുകൊണ്ട് ധർമ്മടത്ത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഏതെങ്കിലും തരത്തിൽ സംശയമില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അവിടെ മത്സരിക്കും. പിന്നീടുള്ളത് മട്ടന്നൂരാണ്. മട്ടന്നൂർ ഏതാണ്ട് 60,000-ൽ പരം ഭൂരിപക്ഷത്തിനാണ് കെ ശൈലജ കഴിഞ്ഞ തവണ അവിടെ വിജയിച്ച് കയറിയത്. കെ ശൈലജ ഇത്തവണ അവിടെ തന്നെ മത്സരിക്കുമെന്നുള്ള ശ്രുതി ഉണ്ടായിരുന്നു. പക്ഷേ മട്ടന്നൂരിൽ VK സനോജ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ VK സനോജിനാണ് പ്രഥമ പരിഗണന ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത്. കെ ശൈലജയെ സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിലേക്ക് മാറ്റണം എന്ന അഭിപ്രായം കണ്ണൂർ പാർട്ടിക്കുള്ളിൽ ഉണ്ട്. അതിനകത്ത് അന്തിമ തീരുമാനമെടുക്കേണ്ടതും സ്റ്റേറ്റ് സെൻട്രൽ തന്നെയാണ്. ഒരു പക്ഷേ ജില്ലയ്ക്ക് പുറത്തേക്ക് ഏതെങ്കിലും, കെ ശൈലജ എന്ന് പറഞ്ഞാൽ കേരളം ഉടനീളം അറിയപ്പെടുന്ന നേതാവായതുകൊണ്ട് ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് കൂടി ചിലപ്പോൾ പാർട്ടി സംസ്ഥാന സെൻറ്റർ എത്തിച്ചേരാം. 28-ാം തീയതിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. തളിപ്പറമ്പ് MV ഗോവിന്ദൻ മത്സരിച്ച സ്ഥലമാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് ഇത്തവണ മത്സരരംഗത്തേക്ക് ഇല്ല. അവിടെ MP നികേഷ് കുമാറിനെ മത്സരിപ്പിക്കുമെന്ന തരത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ MP നികേഷ് കുമാറിന്റെ പേരില്ല. PK ശ്യാമള, N സുകന്യ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷേ കെ ശൈലജ അങ്ങോട്ട് പരിഗണിച്ചാലും അത്ഭുതപ്പെടാൻ ഇല്ല. പിന്നീടുള്ളത് തലശ്ശേരിയാണ്. തലശ്ശേരി AN ഷംസീർ തുടർച്ചയായി മത്സരിച്ച് വരുന്ന സ്ഥലമാണ്. കൊടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം AN ഷംസീറാണ് അവിടെ മത്സരിച്ച് വരുന്നത്. അവിടെ കാരായി രാജനെ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കാരായി രാജനെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരായി രാജൻ ചില ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജില്ലയിൽ കയറൽ എന്നുള്ള നിർദ്ദേശമൊക്കെ പിന്നെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഹൈക്കോടതി പോയാണ് മാറ്റിക്കിട്ടിയത് എല്ലാം. സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഈ വികസന മുന്നേറ്റ ജാഥ എല്ലാ മണ്ഡലങ്ങളിലും CPM-ന്റെ MLA-മാരുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി MLA-മാരുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും നടന്നതാണ്. സ്പീക്കർ ആയതുകൊണ്ട് AN ഷംസീറിന് അത് നയിക്കാൻ കഴിഞ്ഞില്ല. കാരായി രാജൻ അവിടെ വികസന മുന്നേറ്റ ജാഥ നയിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം അവിടെ മത്സരിക്കുക, അല്ലെങ്കിൽ MV ജയരാജന്റെ പേരും പാർട്ടി സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. പിന്നീടുള്ളത് പയ്യന്നൂരാണ്. പയ്യന്നൂർ TI മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പാർട്ടി നേതൃത്വത്തെ പിടിച്ചു കുലുക്കിയതാണ്. അവിടെ TI മധുസൂദനൻ തന്നെ മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീടുള്ളത് കല്യാശ്ശേരിയാണ്. കല്യാശ്ശേരിയിൽ വിജിൻ തന്നെ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇപ്രകാരമാണ്. കൊല്ലത്തെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് 2 പ്രധാനപ്പെട്ട സീറ്റുകൾ കഴിഞ്ഞ തവണ തോറ്റുപോയ കുണ്ട്ര മണ്ഡലത്തിൽ മേഴ്സിക്കുട്ടിയമ്മയെ ഒന്നുകൂടെ പരീക്ഷിക്കും എന്നുള്ള തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ മേഴ്സിക്കുട്ടിയമ്മയെ പരിഗണിച്ചില്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിച്ചില്ല. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ SL സജികുമാറിനെ അവിടെ മത്സരിപ്പിക്കാം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൊല്ലം സീറ്റ് പാർട്ടിയുടെ കുത്തകയായി അറിയപ്പെടുന്ന സീറ്റായിരുന്നു. കാരണം ഗുരുദാസൻ അടക്കം മത്സരിക്കുമ്പോൾ 10,000-കണക്കിന് വോട്ടിനാണ് അവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ കഷ്ടിച്ച് 2,000-ൽ പരം വോട്ടിന് മാത്രമാണ് മുകേഷ് ജയിച്ചത്. അതുകൊണ്ട് മൂന്നാമതൊരു ടേം ഇളവ് മുകേഷിന് നൽകേണ്ടതില്ല എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ ശുപാർശയിൽ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുമ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുത്താൽ മുകേഷിന് ചില അതൃപ്തികൾ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അന്തിമ തീരുമാനമായിട്ടില്ല. അവിടെ ജയമോഹനെ, അവിടെ കാശു കോർപ്പറേഷൻ ചെയർമാനായ ജയമോഹനെ മത്സരിപ്പിക്കുക. അദ്ദേഹം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പ്രധാനമായിട്ടും അവിടെ പരിഗണിക്കുന്നുണ്ട്. ഇരവിപുരത്ത് നൌഷാദ് തന്നെ മത്സരിക്കും. അദ്ദേഹത്തിന് 2 ടൈം കഴിഞ്ഞെങ്കിൽ ഒരു ഇളവ് കൂടി നൽകാം എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നൌഷാദ് തന്നെ അവിടെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട്.
ചടയമംഗലമൊക്കെ CPIയുടെ സീറ്റാണ്. അവർ സ്ഥാനാർത്ഥി നിർണ്ണയം അവരാണ് നടത്തേണ്ടത്. പുനലൂരും സമാനമായ രീതിയിൽ CPIയുടെ സീറ്റാണ്, അവരാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തേണ്ടത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നിരുന്നു. മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂർ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആലപ്പുഴയിൽ PP ചിത്തരഞ്ജന്റെ പേരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ H സലാമിന്റെ പേര് തന്നെ നൽകുന്നു. കായംകുളത്ത് പ്രതിഭാഹരിക്കൊപ്പം ബാബുജാൻ അടക്കമുള്ളവരുടെ പേര്, നാസർ അടക്കമുള്ളവരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അതിലും തീരുമാനമെടുക്കേണ്ടത് ആലപ്പുഴയുടെ കാര്യം നമുക്ക് വേറെ തന്നെ എടുക്കേണ്ടതുണ്ട്. സെയ്ഫ്, എന്തായാലും കണ്ണൂരിലെയും കൊല്ലത്തെയും സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ സെയ്ഫ് വിശദീകരിച്ചത്.